ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കേരള ഗവൺമെന്റും അമ്മ സംഘടനയും ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം. അങ്ങനെ അവസാനം പത്രസമ്മേളനം വിളിച്ച് അമ്മയുടെ ഭാരവാഹികളൊക്കെ കൂടിയിട്ട് ഇത് ഒരു പ്രസ് മീറ്റിംഗ് വെച്ചുകൊണു. പക്ഷെ പ്രസ് മീറ്റിംഗ് വെച്ചതാണ് ഏറ്റവും വലിയ രസം. കാരണം എന്താ വെച്ചാൽ അവിടെ ഇവിടെ മറ്റൊന്നും തൊടാതെ കുറേ ഉത്തരങ്ങൾ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉത്തരം ഇപ്പോഴും വെട്ടി തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഒരാൾ പറയണതല്ല മറ്റാൾ പറയണത്. പക്ഷേ വന്ന ആൾക്കാരാണെങ്കിലോ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖും പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ആൾക്കാരും പിന്നെ അതേമാതിരി തന്നെ ജോമോളും അനന്യയും വിനു മോഹനൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രസ് മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്. ഇത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പ്രസ് മീറ്റിങ്ങിന് വന്നിക്കണമെന്ന് അറിയില്ല. ഇനി ആരൊക്കെ ഗൂഢാലോചനയാണോന്നാവോ ഇവരെ മാത്രം ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് കുന്തിത്തള്ളി വിട്ടിക്കുന്നത് എന്താണെന്നാവോ. അപ്പം മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉത്തരം പറയണത് ഇപ്പോഴും ഈ സംഘടനയിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു മാഫിയ ഇല്ല, 15 അംഗ സംഘങ്ങളില്ല എന്നൊക്കെ പറയണത്. അവസാനം വരെ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉരുണ്ട് കളിച്ചിട്ടും പേടിച്ചിട്ടും ആകപ്പാടെ ഈ നമ്മളെ സിദ്ദീഖൊക്കെ ഇരുന്ന് മുഴുകിയായിരുന്നു. കാരണം എന്താണ് പറയേണ്ടത്, പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാകുമോ അതോ ഇനി മറ്റുള്ളവർ ആരൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് കുറേ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ സിദ്ദീഖ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ സിദ്ദീഖിനോട് ചോദിച്ചതിന് ഉത്തരം പറയുന്നത് അങ്ങനെ ഒരു മാഫിയ ഇല്ല, ആ 15 അംഗ സംഘം ഇല്ല, അതുപോലെ തന്നെ ഇതുവരെ ഇങ്ങനൊരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത്രയും കാലത്തിൻ്റെ ഇടയിലൊന്നും ആരും അങ്ങനെ പറയണത് കേട്ടിട്ടില്ല, ഈ സിനിമാ നടികൾക്ക് അങ്ങനെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സിദ്ദീഖ് പറയണത്. അതുപോലെ തന്നെ ഇപ്പോൾ ജോമോളും പറയണു എനിക്ക് ഇതുവരെ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ എൻ്റെ കഥയിൽ വന്നിട്ടൊന്നും ആരും മുട്ടിയിട്ടൊന്നുമില്ല എന്നൊക്കെയാണ് ജോമോൾ പറയണത്. അപ്പോൾ ജോമോളോട് ഇപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് മുട്ടിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു സംഭവം നടന്നിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അതോ മറ്റുള്ള സഹനടികൾക്ക് അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവർ വേറെ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജോമോളെ വാതിലും ആരും വന്ന് മുട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിച്ചിട്ടൊക്കെയാണ് ആ ഒരു പ്രസ് മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഇന്നലെ സിദ്ദീഖ് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇന്നലെ പ്രസ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനെതിരായിട്ട് നമ്മൾ ജഗദീഷും വന്ന് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സിദ്ദീഖ, മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെ പേരെടുത്ത് പറഞ്ഞൊരു നടി രംഗത്തെത്തിയിരുന്നു. 2018 അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്ത് പറഞ്ഞാണ് രംഗത്തെത്തിയത്. അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെ ഈ പേരെടുത്ത് പറഞ്ഞ് രംഗത്തെത്തിയിരുന്ന അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കും? തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ഇന്നലെയാണ് ആ ഒരു ക്ലിപ്പിംഗ് പുറത്തു വന്നത്. ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നൊക്കെ നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി,
അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ അവസാനം ഇപ്പോൾ ഇത് പോയി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായത്. എന്നോ എവിടെയോ എന്നോ സംഭവിച്ച കാര്യമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അത് കാരണം കൊണ്ട് ഈ സിനിമയിലുള്ള എല്ലാവരും നിങ്ങൾ കുറ്റപ്പെടുത്തി പറയേണ്ടതെന്നൊക്കെയാണ് ഇപ്പോൾ ഈ സിദ്ദീഖ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനൊരു ഗൂഢസംഘം അല്ലെങ്കിൽ ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു 15-അംഗ പവർ ഗ്രൂപ്പ് ഒന്നും ഇപ്പോൾ സിനിമയിലില്ല എന്നാണ് ഇപ്പോൾ സിദ്ദീഖ് പറയണത്. അറിയില്ലായിരിക്കും, കാരണം സിദ്ദീഖ് ഇപ്പോൾ ഒരുപാട് വർഷമായിക്കോണം ഇപ്പോൾ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ട്. ഇന്നേ വരെ ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല, കേട്ടിട്ടില്ല എന്നൊക്കെയാണ് ഈ സിദ്ദീഖ് പറഞ്ഞെന്താണ് ഒഴിവാകുന്നത്. എന്നിട്ടിപ്പോൾ ഇതിന് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സിദ്ദീഖ് അല്ല, ഇപ്പോൾ നമ്മളെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജയൻ ചേർത്തല ഒരു കാര്യം പറഞ്ഞു ലാസ്റ്റ്. ഈ ഒരു നമ്മളിപ്പോൾ ഒരു എന്താണ് ഈ EMA റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ പരാതിയൊക്കെ ആരെങ്കിലുമൊക്കെ പരാതി പറഞ്ഞിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ മാധ്യമപ്രവർത്തകർ ഈ ജയൻ ചേർത്തലിനോട് ചോദിച്ചപ്പോൾ ജയൻ ചേർത്തല പറയണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജയൻ ചേർത്തല പറയണ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടു. 2018 വന്ന പരാതി ഒന്നും ചെയ്തില്ല. പിന്നെ എത്രയോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ. ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്റെ പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഒറ്റ പരാതി. അത് അബദ്ധം പറ്റിയതായിരിക്കും. അതെന്ത് എങ്ങനെ അബദ്ധം? ആർക്കബദ്ധം എന്ത് മണ്ടത്തരാണ് ഇപ്പോൾ ഇവരൊക്കെ ഈ വിളിച്ചു പറയണത്. ഈ അമ്മ സംഘടനയുടെ തലപ്പത്ത് ഇരിക്കുന്ന ആൾക്കാരാണൊക്കെ. അതായത് ഒരു പരാതി കിട്ടിയിട്ടുള്ളൂ, ആ പരാതി കൊടുത്ത ആൾക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ജയൻ ചേർത്തലൊക്കെ പറയണത്. അല്ല, എന്ത് അബദ്ധമാണ് ഇവർക്കൊക്കെ ഇത്? അതായത് ഇവരുടെ അടിയിൽ ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് അബദ്ധമായി എന്നാണ് പറയണത്. എനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഞങ്ങളെ കയ്യിൽ കൊടുക്കുന്നത് അവർക്ക് അബദ്ധമായി എന്നൊക്കെ. കാരണം വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നു ആ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ടിയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ ഈ ജയൻ ചേർത്തല പറഞ്ഞത് അവരെ ഈ അമ്മ സംഘടനയുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ടായിരിക്കും. അതായത് ആ കംപ്ലൈൻറ്റ് അവരെ കയ്യിൽ കൊടുത്തതായിരിക്കും ഒരു അബദ്ധം എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ ഓരോന്നും കൂടി വിളിച്ച് പറഞ്ഞിട്ട് അത് നേരെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് ഈ മാധ്യമപ്രവർത്തകരെ മുമ്പിൽ വന്ന് നിന്നിട്ട് കാര്യമായിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനൊന്നും അവർക്ക് സമയമില്ല. ഇത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു പ്രസ് മീറ്റിംഗ് വിളിച്ചു, അതും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇതൊക്കെ ഈ ഒരു പ്രസ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് അടിയിലേക്ക് എന്താ നിൽക്കുന്നത്, ഈ മാധ്യമപ്രവർത്തകരുടെ അടിയിലേക്ക് നമ്മളെ ജഗദീഷ് ഒന്ന് വന്നിട്ട് ജഗദീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സിദ്ദീഖിനെതിരെയാണെങ്കിലും ഇപ്പോൾ ജയൻ ചേർത്തലക്കെതിരെയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്രസ് മീറ്റ് വെച്ചതിന് എതിരൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ജഗദീഷ് സംസാരിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ എന്തും തുറന്നു പറയും. എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഈ ജഗദീഷ് കൊടുത്തത്. ആ ജഗദീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1. 2. ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിന് വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എന്ന് കരുതി ഹേമ കമ്മിറ്റിയുടെ ആ നിർദ്ദേശങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയുടെ പൊതുവായ സ്വഭാവം ഇതേപോലെ വിജയിച്ചിട്ടുള്ള നടികളോ നടന്മാരോ ഒക്കെ തന്നെ വഴിവിട്ട പാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ വിജയം കൈവരിച്ചത് എന്ന രീതിയിൽ ഹേമ കമ്മിറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയല്ല, ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് നേരത്തെ അറിവുണ്ടായതുകൊണ്ട് പറയല്ല. ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വഴി സഹായകമാകട്ടെ എന്നാണ് അമ്മ എന്ന അസോസിയേഷൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്.
ജഗദീഷ് പറഞ്ഞത് കേട്ടില്ലേ? കാരണം അയാൾ പറഞ്ഞത് വളരെ കറക്റ്റല്ലേ. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറുന്നത്? സിദ്ദീഖ് ഇപ്പോൾ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞതാണിത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അല്ലെങ്കിൽ അത് എവിടെയൊക്കെ എന്നേലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് സിനിമയിലുള്ള എല്ലാവരും ഇത് എന്താണ് കുറ്റപ്പെടുത്തി പറയരുത് എന്നൊക്കെ ഈ പ്രസ് മീറ്റിങ്ങിൽ എന്താ സിദ്ദീഖ് പറഞ്ഞതാണ്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ ജഗദീഷ് പറഞ്ഞത്. കാരണം ഇതെങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാറുന്നത്? നിങ്ങൾ കുറേ കാലമായിട്ട് ഈ അമ്മ സംഘടനയിലുള്ള തലപ്പത്തുള്ളവരൊക്കെ പറഞ്ഞു ഈ അമ്മയിലുള്ള എല്ലാവരും ഒരു മക്കളെ പോലെയാണ്, അല്ലാതെ അവർക്കൊന്നും ഒരു വേർതിരിവില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണു. പിന്നെ ഈ അമ്മയിലുള്ളൊരു മക്കൾക്ക് അല്ലെങ്കിൽ ഒരു മകൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൂടെങ്കിൽ ഇത് നിങ്ങൾ അന്വേഷിക്കേണ്ടത് തന്നെയല്ലേ? പിന്നെ എങ്ങനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറുന്നത്? കാരണം ഇവർ ഈ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത് ആരുടെയൊക്കെ ഒരു പ്രേരണത, അതായത് ആരൊക്കെ പറഞ്ഞതിന് ശേഷം അവരൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് എന്താണ് പെട്ടെന്ന് ഇവർ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇവർ പറയുന്നതിനൊരു വ്യക്തത വേണ്ടേ? ഇനി അതല്ല പോട്ടെ, ഈ ഒരു വൈസ് പ്രസിഡന്റ് വന്നിരുന്നു, പിന്നെ ഒരു എന്താണ് നമ്മളെ ജനറൽ സെക്രട്ടറിയായിട്ട് സിദ്ദീഖ് വന്നിരുന്നു, പിന്നെ വന്നിരുന്നത് വിനു മോഹന, പിന്നെ ജോമോൾ. എത്രയോ കാലമായി സിനിമയിൽ അഭിനയം നിർത്തിയിട്ട്. പിന്നെ ഉള്ളത് അനന്യ. ആ സംഭവം ശരിയായിരിക്കും, ഇവർക്ക് അമ്മ സംഘടനയിൽ എന്താണ് ഇവർക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. അവർക്ക് എല്ലാ കൊല്ലങ്ങളൊക്കെ അവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവർ വരും. അതൊക്കെ ശരി തന്നെ ആയിരിക്കും. പക്ഷെ കാലങ്ങളായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെയാണ്. പിന്നെ അന്യനൊക്കെ നമുക്കറിയാലോ, എത്ര കാലമായി ഇപ്പോൾ സിനിമയിൽ അഭിനയം നിർത്തിയിട്ടെന്നൊക്കെ നമുക്ക് അറിയണത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമാ മേഖലയിൽ സ്ഥിര സാന്നിധ്യമുള്ളവരെയൊന്നും ഈ ഒരു പ്രസ് മീറ്റിങ്ങിലൊന്നും വന്നില്ല. ഇപ്പോൾ നമ്മളെ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എങ്ങനെ എത്രങ്ങാനും ഒരുപാട് പേരില്ലേ. ഇവർക്കൊക്കെ എന്താ ഈ ഒരു പ്രസ് മീറ്റിങ്ങിൽ ഈ ഒരു മാധ്യമപ്രവർത്തകരെ മുമ്പിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, കാരണം 10-40 കൊല്ലം 35 കൊല്ലം 40 കൊല്ലം 50 കൊല്ലമായി ഇവർ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഒരിക്കൽ പോലും, അതായത് ഇങ്ങനൊരു സംഭവം മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവം നടന്നിക്കണമെന്നുള്ളത് ഇവർക്ക് എന്താ ഒരിക്കൽ പോലും ഇവർ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവം അടിക്കണം. കാരണം ഇവർ അതായത് തുറന്ന് ഇവരൊന്നും പറയണില്ല. ഈ സിനിമ മമ്മൂക്കയാണെങ്കിലും അതേമാതിരി ലാലേട്ടനൊക്കെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ എന്താണ് ഇതിനു മുമ്പ് നടന്നുകൊള്ളു. അപ്പോഴും ഇവരെന്താണ് വായമ മാസ്ക് ഇട്ട പോലെയായിരുന്നു, ഒന്നും സംസാരിക്കാതെ ഇവർ മിണ്ടാട്ടം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ മുമ്പോട്ട് വന്ന് നിന്നിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ പറയാത്തിടത്തോളം കാലം മമ്മൂക്കയാണോ അല്ലെങ്കിൽ ലാലേട്ടനാണോ അല്ലെങ്കിൽ മറ്റു നടന്മാരാണോ ഏത് നടന്മാരാണോ ഒന്നിപ്പോൾ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അടച്ചിങ്ങനെ ഇരിക്കും കാലം തോറും നിങ്ങളും എന്താണ് സംശയത്തിൻ്റെ നിഴൽ തന്നെ ആയിരിക്കും എല്ലാ നടന്മാരും.